بسم الله الرحمن الرحيم بسم الله الرحمن الرحيم قال الإمام البخاري رحمه الله تعالى ونفعنا بعلومه ورواه يونس وصالح ومعمر وابن أخي الزهري عن الزهري رضي الله عنه وعنهم വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇമാം ബുഖാരി ഇവിടെ സൂചിപ്പിക്കുന്നത്. നാം ഹദീസ് ഓതി കഴിഞ്ഞുപോയ ഹദീസ് ഹദ്ദസനാ അബുൽ യമാൻ قال أخبرنا شعيب عن الزهري قال أخبرنا عامر بن سعد بن أبي وقاص عن سعد رضي الله عنه وعنهم أن رسول الله صلى الله عليه وسلم أعطى رهطا وسعد جالس എന്ന് പറഞ്ഞ ആ ഹദീസ് നമ്മൾ ഓതി. ആ ഹദീസിനെ പറ്റിയാണ് ഇമാം ബുഖാരി പറയുന്നത്. ഇവിടെ സുഹ്രി ഇമാമിൻ്റെ ശിഷ്യനായി നാം ഓതിയത് ബഹുമാനപ്പെട്ട ശുഐബ് റളിയല്ലാഹു അൻഹുവിനെയാണ് പറഞ്ഞത്. എന്നാൽ ഈ ഹദീസിനെ സുഹ്രി ഇമാമിനെ തൊട്ട് ശുഐബ് എന്നവർ അല്ലാതെ വേറെ 4 പേരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആരാണത്? യൂനുസ് ഇബ്നു യസീദ് അൽ ഐലി, അവരെ സംബന്ധിച്ച് നമ്മൾ ചരിത്രം പറഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ സ്വാലിഹ് ഇബ്നു കൈസാൻ അൽ മദനി 90-ാമത്തെ വയസ്സിൽ ഹദീസ് പഠിക്കാൻ പോയി. 160-ാമത്തെ വയസ്സിൽ വഫാത്തായി. 70 വർഷം ഹദീസ് റിപ്പോർട്ട് ചെയ്ത മഹാനായ സ്വാലിഹ് ഇബ്നു കൈസാൻ. അതാ വരിവായത്തുഹു അനിൽ സുഹ്രി മിൻ റിവായത്തിൽ അകാബിരി അനിൽ അസാഗിരി. വലിയ വലിയ ആളുകൾ, പ്രായം കൂടിയ ആളുകൾ പ്രായം കുറഞ്ഞവരെ തൊട്ട് റിപ്പോർട്ട് ചെയ്യാണ്. കാരണം സ്വാലിഹ് ഇബ്നു കൈസാൻ ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് 90-ാമത്തെ വയസ്സിലല്ലേ പഠിക്കാൻ പോണത് തന്നെ. സുഹ്രിക്ക് അവരെക്കാളും കുറേ പ്രായം കുറഞ്ഞ ആളാണ്. യന്നഹു അസന്നു മിന സുഹ്രി, സ്വാലിഹ് ഇബ്നു കൈസാൻ എന്നവർ സുഹ്രിയേക്കാൾ വയസ്സ് കൂടിയവരാണ്. അവരെ സംബന്ധിച്ചുള്ള വിശദമായ ചരിത്രം മുമ്പ് പറഞ്ഞു. പിന്നുള്ളത് മഅ്മർ എന്നവരാണ്. മഅ്മർ ഇബ്നു റാഷിദ് അൽ ബസരി, അവരെ സംബന്ധിച്ചും പറഞ്ഞു. പിന്നുള്ളത് ഇബ്നു അഖി സുഹ്രി, സുഹ്രി എന്നവരുടെ സഹോദരൻ്റെ മകൻ. അവരുടെ ചരിത്രം നമുക്ക് പറയാം, വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഈ പറഞ്ഞ 4 മഹാന്മാരും ശുഐബ് എന്നവർ സുഹ്രിയെ തൊട്ട് റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഈ ഹദീസിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സുഹ്രി ഇമാമിൻ്റെ ഉസ്താദന്മാർ അതേ ആ സനദിൽ പറഞ്ഞ ഉസ്താദ് തന്നെയാണ്. قال أخبرنا عامر بن سعد بن أبي وقاص عن سعد رضي الله عنه എന്ന് പറയുന്നത് ഇവരിലേക്ക് യൂനുസ്, സ്വാലിഹ്, മഅ്മർ, ഇബ്നു അഖി സുഹ്രി ഇവരിലേക്ക് ഇമാം ബുഖാരിയുടെ സനദ് ആരാണ്? നേരത്തെ സനദിൽ പറഞ്ഞ ശുഐബ് എന്നവരുടെ ഉസ്താദായ അബുൽ യമാൻ, അതാവിലാണ് ലാഹിർ, അവരല്ലാത്തവരും ആയ വാവാം. ഇവിടെ ചർച്ച ഉണ്ട്. ഈ ഒരു ശൈലി ബഹുമാനപ്പെട്ട മുസ്ലിമിൽ കാണാം. അത് വേറൊരു രീതിയിലാണ്. ഹദീസിലെ സനദ് മുഴുവനും പറഞ്ഞു ബിമിസ്ലിഹി അല്ലെങ്കിൽ മിസ്ലഹു അല്ലെങ്കിൽ ബിനഹ്വിഹി നഹ്വഹു എന്നെല്ലാം പറഞ്ഞിട്ട് ഇമാം മുസ്ലിം ഹദീസിന്റെ പ്രകാരം സനദ് ധാരാളം പറയും. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട തുർമുദി റളിയല്ലാഹു അൻഹു അവരുടെ ഹദീസിൽ ബാബാണ്ട് പറഞ്ഞ് ഹദീസ് പറഞ്ഞാൽ കാണും വഫിൽ ബാബി അൻ ഫുലാൻ വഫുലാൻ. ഈ വിഷയ ബാബിൽ ഇന്നാളിനാളെ തൊട്ടുണ്ട്, വേറെ ആളെ തൊട്ടുണ്ട്, വേറെ ആളെ തൊട്ടുണ്ട് കണ്ടിട്ട് ഇന്ന ആളുകളെല്ലാം ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്നത് എന്തിനാണ്? ഒന്ന്, ഹദീസിനിക്ക് ധാരാളം സനദുകളുണ്ട് എന്ന് വെച്ച് തീർക്കാൻ. ഈ ഒരൊറ്റ സനദ് മാത്രമല്ല, ധാരാളം സനദുകളുണ്ട്, കസ്റത്ത് തുറുക്കുണ്ട് എന്ന് വെച്ച് തീർക്കാൻ. അതുകൊണ്ട് തന്നെ ഇത് വളരെ ശക്തമായ ഹദീസാണ്.
അതൊരാവശ്യമാണ്. അതോടുകൂടെ വേറെ ഫായിദയാണ് അൻ തുഅലമ റുവാതുഹു, ഇതിൻ്റെ റാവികളൊക്കെ അറിയപ്പെടുക എന്നുള്ളത്. കാരണം എന്താ, ഇന്ന റാവികൾക്ക് ഈ ഹദീസ് ഉണ്ട് എന്ന് പറയുമ്പോൾ അവരുടെ ഇന്ന റാവിൻ്റെ ഹദീസ് ഏതൊക്കെ എന്ന് ജമ്മു ചെയ്യാൻ ഒരാൾക്ക് താല്പര്യമുണ്ട്, ഒരാൾക്ക് പഠിക്കണം. അങ്ങനെ പഠിക്കണമെങ്കിൽ ഇന്ന ആളുകൾക്ക് ഈ വിഷയത്തിൽ ഹദീസ് ഉണ്ട് എന്ന് പറയുമ്പോൾ പഠിക്കാൻ എളുപ്പമാകും. ഒരു അന്വേഷണ വിദഗ്ധൻ, ഒരു പഠനം, ഇന്ന റാവിയുടെ ഉദാഹരണം യൂനുസ് എന്നവരുടെ, സ്വാലിഹ് ഇബ്നു കൈസാൻ എന്നവരുടെ ഹദീസുകൾ ഏതൊക്കെ എന്ന് അന്വേഷിക്കുമ്പോൾ എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടി ഇങ്ങനെ കൊടുക്കും ഇമാമിയങ്ങൾ. പിന്നെ മറ്റൊന്ന്, 1,00,000, 2,00,000, 10,00,000 ഹദീസുകളുണ്ട് എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞതിൻ്റെ ശൈലി ഇന്നതാണ്. ഇപ്പം ഈ പറഞ്ഞ നമ്മൾ ഇന്നലെ ഇതിന് തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ ഓതിപ്പോന്ന ഹദീസ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഅതാ റഹ്തൻ വസഅദുൻ ജാലിസുൻ ഫതറക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജുലൻ വഹുവ അഅജബുഹും ഇലയ്യ എന്നിട്ട് തുടങ്ങുന്ന ഹദീസ്. ആ ഹദീസിനെ സംബന്ധിച്ച് ശുഐബ് എന്നവരുടെ ഹദീസ് എന്ന് പറയും, അവർ റിപ്പോർട്ട് ചെയ്തു എന്നുള്ളവർക്ക്. അതേ ഹദീസിനെ പറ്റി തന്നെ യൂനുസ് എന്നവരുടെ ഹദീസ് എന്ന് പറയും. അവിടെ തന്നെ സ്വാലിഹ് എന്നവരുടെ ഹദീസ്, അവിടെ തന്നെ മഅ്മർ എന്നവരുടെ ഹദീസ്, അവിടെ തന്നെ ഇബ്നു അഖി സുഹരി എന്ന് സുഹരിയുടെ സഹോദരൻ്റെ മകൻ്റെ ഹദീസ്. ഇങ്ങനെ ഈ ഹദീസിനെ പറ്റി പറയും. മുഹമ്മദ് ബിൻ അബ്ദുള്ള എന്നവരുടെ പേര്. അപ്പം ഇങ്ങനെ ഹദീസുകൾ എണ്ണം പറയുന്നത് റാവികളുടെ എണ്ണത്തിനനുസരിച്ച് ഒരേ ഹദീസിന് തന്നെ പേര്, ഇന്നാളെ ഹദീസ്, ഇന്നാളെ ഹദീസ്, ഇന്നാളെ ഹദീസ്. ആ സനദടക്കം പറയുമ്പോൾ മത്തിനൊന്നാണെങ്കിലും റാവികൾ മാറുന്നതിനനുസരിച്ച് ഹദീസുകൾ മാറും എന്ന് വെച്ച് തീർക്കാനോ അതതിൻ്റെ വലിയ ഫായിദയാണ്. കുറേ തെറ്റിദ്ധാരണകൾ ഒഴിവാകുന്ന പ്രയോഗമാണത്. കുറേ ആളുകൾ മനസ്സിലാക്കുന്നത് എന്താ, ഹദീസ് എന്ന് പറഞ്ഞാൽ മത്തിനെ പറ്റി മാത്രമാണ് പറയുന്നത്. എന്നിട്ട് മത്തിന് ഇത്രമാത്രം ലോകത്തുണ്ടോ, ഈ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ടാവുമോ? ഒരിക്കൽ പരിശുദ്ധ ഖുർആന്റെ എണ്ണത്തിൻ്റെ അത്രയാണ് ഹദീസ് എന്നില്ലേ? അപ്പം ഇങ്ങനെയുള്ള അഭിപ്രായം, ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം ഒത്തുതീർപ്പാക്കാൻ വേണ്ടി, അതിനൊരു ശ്രദ്ധ തിരുത്താൻ വേണ്ടി ഹദീസിൻ്റെ തഅദ്ദുദ് മത്നിൻ്റെ തഅദ്ദുദ് കൊള്ള നോക്കിയിട്ട് മാത്രമല്ല, റാവികളുടെ തഅദ്ദുദ് കൊള്ള നോക്കിയാലും ഹദീസിൻ്റെ തഅദ്ദുദ് വരും എന്ന് വരുത്താൻ വേണ്ടിയും കൂടിയാണ് ഇമാമിയങ്ങൾ ഈ വിഷയത്തെ ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ പ്രയോഗിക്കുന്നത്. മറ്റൊരു പ്രയോഗം, ليعرف أن هؤلاء المذكورين رووه فقد يتوهم من لا خبرة له أنه لم يروه غير ذلك المذكور في الإسناد، فربما رآه في كتاب آخر عن غيره فيتوهمه غلطا وزعم أن الحديث إنما هو من جهة فلان. ഒരു പ്രധാനപ്പെട്ട വിഷയ, ഈ പറഞ്ഞ ആളുകളെല്ലാം ഈ ഹദീസിൻ്റെ റാവികളാണ്. നമ്മളീ ഓതിപ്പോന്ന ഹദീസിനിക്ക് 5 റാവികളുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുമ്പോൾ പറഞ്ഞെന്തിനാ ഈ ആളുകളൊക്കെ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇമാം ബുഖാരിയെ പോലെയുള്ള അല്ലെങ്കിൽ സിഹാഉ സിത്തൻ്റെ മഹാന്മാരായ മുഹദ്ദിഥീങ്ങൾ അവർ ഒരു ഹദീസ് ഒരു സനദ് കൊണ്ട് പറഞ്ഞു. അവരല്ലാത്ത മറ്റുള്ള മുഹദ്ദിഥീങ്ങൾ ഈ സനദിൽ പറഞ്ഞ ആളല്ലാതെ വേറെ ഒരു ആളെ കൊണ്ട് ഹദീസ് പറഞ്ഞാൽ അത് വലിയ വിദഗ്ധരാണെന്ന് അഭിപ്രായപ്പെടുന്ന ചില ആളുകൾ പറയും, ബുഖാരിയിലും മുസ്ലിമിലും സിഹാഉ സിത്തയിലും ഈ ഹദീസുള്ളത് ഇന്നാളെ തൊട്ടാണ്, പിന്നെ അത് മറ്റൊരാളെ തൊട്ടൂടെ പറഞ്ഞത് തെറ്റാണ്. അങ്ങനെ തെറ്റാണെന്ന് വാദിക്കാതിരിക്കാൻ അവിടെ വേണ്ടിയിരുന്നത്, ഉദാഹരണം ശുഐബ് എന്നവരെ തൊട്ട് വന്ന ഈ ഹദീസ്
മറ്റൊരു ഹദീസിൽ ഇബ്നു അഖി സുഹരിയെ തൊട്ട് ഹദീസ് കാണുമോ? ഇനി സ്വാലിബിന് കൈസാൻ എന്ന തൊട്ട് ഹദീസ് കാണുമ്പോൾ പറയും അവിടെ സ്വാലിബിന് കൈസാൻ തെറ്റാണ്, അവിടെ പറയേണ്ടത് അനി സുഐബിൻ എന്നായിരുന്നു പറയേണ്ടത്, അഖ്ബർനാ സുഐബുൻ അല്ലെങ്കിൽ ഹദ്ദസനാ സുഐബുൻ എന്നായിരുന്നു പറയേണ്ടത്. ഇവിടെ ഈ മുഹദ്ദിസിൻ പേച്ചിട്ടുണ്ട് എന്ന് പറയാൻ സാധ്യത കൂടുതലാണ്. അവർ നഖാദുൽ ഹദീസായിട്ട് കേട്ടുവരും, വലിയ വലിയ കാര്യപ്പെട്ട ഹദീസിനെ മാറ്റിരക്കുന്ന ആളുകളായിട്ട് വന്നിട്ട് പറയും ഇവിടെ ഇന്നാളെ തൊട്ടാണ് ബുഖാരിയിലും മുസ്ലിമിലും ഉള്ളത്, ഈ കിതാബിലുള്ളത് ഇന്നാളെ തൊട്ടാണ്, അത് പേച്ച് പറഞ്ഞതാണ് എന്നെല്ലാം മുദ്ര കുത്താൻ സാധ്യതയുണ്ട്. അത് തീർക്കാൻ വേണ്ടിയാണ് മഹാന്മാർ ആ ഹദീസിലുള്ള സനദിൽ ആരെല്ലാം ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പ്രത്യേകമായി ഉണർത്തുന്നത്. വേറൊരു ഫായിദയാണ്, ഇമാമിയങ്ങൾക്ക് ഹദീസ് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ അവരുടെ ഷർത്തായി അറിയപ്പെടുന്ന ഓരോരോ ഷർത്തുകളുണ്ടാവും. ഓരോരോ മർത്തബയിലും ഒന്നിൽ കൂടുതൽ ആളുകൾ ഹദീസ് റിപ്പോർട്ട് ചെയ്യണം. ചില സ്ഥലത്ത് അവരത് ഉണർത്തും, പ്രത്യേകിച്ചും അത് ഒറ്റപ്പെട്ട ഹദീസാണ്, ഗരീബായ ഹദീസാണ് എന്നെല്ലാം അഭിപ്രായമുള്ളവർക്ക് പ്രത്യേകിച്ചും അങ്ങനെ പറയും അങ്ങനെയല്ല, ഈ ഹദീസ് ധാരാളയും റാവികൾ മുഖേന റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസാണ് എന്ന് ഉണർത്തും. അവരുടെ ഷർത്തിട്ടുണ്ട്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനക്ക് ഓരോരോ ഷർത്തും ഓരോരോ ത്വരീഖിലും ഈ രണ്ട് ആളുകൾ ഉണ്ടായിരിക്കണം എന്ന നിബന്ധനയുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. തൊട്ടടുത്തത് മുമ്പ് ഒരു ഹദീസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ ഹദീസ് അങ്ങനെയല്ല, ഒറ്റ റാവി മാത്രമുള്ള ഹദീസും വല്ലപ്പോഴും റിപ്പോർട്ട് ചെയ്യലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും അധികവും ഇമാം ബുഖാരിയുടെ ഹദീസ് ഓരോരോ സനദിലും ഓരോരോ മർത്തബയിലും ഈ രണ്ടാൾ ചുരുങ്ങിയതുണ്ടായിരിക്കണം എന്ന നിബന്ധനയുണ്ട്. ആ നിബന്ധന ഒറ്റ ഹദീസാണ് ഇത് എന്ന് വരുത്താൻ വേണ്ടിയും പറയും. വേറൊന്ന്, ഈ ഹദീസ് ഗരീബല്ല, അത് മുസ്തഫീലാണ്. ധാരാളം മഹാന്മാരുടെ ഈ ഹദീസ് ഉണ്ട്. അതെന്തിനാ പറഞ്ഞത്? ചില ആളുകൾ പറഞ്ഞു ഖബർ വാഹിദ് നിന്നുള്ള ഗരീബായ ഹദീസ് കൊണ്ട് ഖുർആനെ തഖ്സീസാക്കാൻ പറ്റുമോ, ഖുർആന് കൈ കൊടുക്കാൻ പറ്റുമോ എന്നുള്ള എല്ലാ ഖിലാഫുകളുണ്ട്. അതിനാണ് പറയുന്നത് ഈ ഹദീസ് മുസ്തഫീവാണ്, പല റാവികൾ റിപ്പോർട്ട് ചെയ്തതാണ്, ഇത് ഖുർആനിനെ തഖ്സീസാക്കാൻ പറ്റുന്ന ഹദീസാണ്, ഖുർആന്റെ അർത്ഥം ഈ ഹദീസ് അനുസരിച്ച് വെക്കാൻ പറ്റുന്നതാണ് എന്നെല്ലാം വിശദീകരിക്കാൻ വേണ്ടി മഹാന്മാർ ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ പ്രയോഗിക്കും. ഇനി വരുമ്പോൾ ഈ ആശയങ്ങൾ മുഴുവനും മനസ്സിലാക്കേണ്ടതാണ്. വളരെ മനസ്സിലാക്കാതിരുന്നാൽ എന്തിനാണ് ബുഖാരി ഇമാം ഇങ്ങനെ പറഞ്ഞത് എന്നുള്ള സംശയം വരാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഈ പറഞ്ഞ 4 മഹാന്മാരായ റാവികൾ യൂനുസ്, സ്വാലിഹ്, മഅ്മർ, ഇബ്നു അഖി സുഹരി, ഈ 4 പേരും വലിയ വലിയ മഹാന്മാരാണ്. അതിൽപ്പെട്ട ഇബ്നു അഖി സുഹരി എന്നവർ, അവരുടെ പേര് മുഹമ്മദ് ബിനു അബ്ദില്ലാഹി ബിൻ മുസ്ലിം ബിൻ ഉബൈദില്ലാഹി ബിൻ അബ്ദില്ലാഹി ബിൻ ശിഹാബ് ഇബ്നു അബ്ദില്ലാഹി ബിനുൽ ഹാരിസ് ബിൻ സുഹ്റത്ത് ബിൻ കിലാബ് സുഹരി, ഇബ്നു അഖി മുഹമ്മദ് അൽ ഇമാമു അബീ ബക്കർ സുഹരി അൽ മഷൂറായ ഇബ്നു ശിഹാബ് അബൂബക്കർ സുഹരി എന്ന് പറയുന്ന നമ്മുടെ റാവി, അവരുടെ സഹോദരൻ്റെ മകനാണ്. അവരുടെ സഹോദരനാണ് അബ്ദുള്ള എന്ന് പറയുന്നവർ, അവരുടെ മകനാണ് ഈ പറഞ്ഞ ആള് മുഹമ്മദ് എന്നവർ. അവരെ തൊട്ട് അവർ ബഹുമാനപ്പെട്ട സുഹരിയെ തൊട്ടും അവരുടെ സ്വന്തം പിതാവിനെ തൊട്ടും ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ ശിഷ്യന്മാരായി യാക്കൂബ് ബിൻ ഇബ്രാഹിം എന്നവരുണ്ട്, ദറാബർദിയുണ്ട്, കഅനബിയുണ്ട്, ഇങ്ങനെ വലിയ വലിയ മഹാന്മാർ അവർ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവരെ ഹദീസ് ഇമാം ബുഖാരി കിതാബു സ്വലാത്തിലും കിതാബുൽ അവാഹിയിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പല സ്ഥലത്തും ഇവരെ തൊട്ട് ഇബ്നു അഖി സുഹരി എന്നിവരെ തൊട്ട് ഇമാം ബുഖാരി സ്വഹീഹിൽ തന്നെ, ഇവിടെ നമ്മൾ ഷവാഹിദ് മുത്താബഅത്തിലാണ് ഈ ഹദീസ് പറഞ്ഞിട്ടുള്ളത്. റവാഹു യൂനുസു എന്ന് പറഞ്ഞിട്ട് സനദ് ആദ്യം പറഞ്ഞിട്ട് പിന്നെ അതിന് ശക്തി പകരുന്ന മുത്താബഅത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെല്ലാം തന്നെ
നേരിട്ട് ബുഖാരി സ്വലാത്ത് കിതാബു സ്വലാത്തിൽ കിതാബുൽ അള്ളാഹി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ മുസ്ലിം എന്നവർ ഈമാൻ്റെ ബാബിലും സ്വലാത്തിൻ്റെ ബാബിലും സക്കാത്തിൻ്റെ ബാബിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ബഹുമാനപ്പെട്ട ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു പറഞ്ഞത് മദ്ഖലില് ഇമാം ബുഖാരി മുസ്ലിം ഇവർ ചെയ്തത് വല്ലാത്തൊരു മോശത്തരമാണ്. മുഹമ്മദ് ബിൻ അബ്ദുള്ള എന്ന് പറയുന്ന ഇബ്നു അഖി സുഹരി എന്നവരുടെ ഹദീസിന് റിപ്പോർട്ട് ചെയ്തത് അത് വലിയൊരു ഐബായി പോയി. അവരുടെ ഹദീസിന് ഇമാം ബുഖാരി ഉസൂലിലായിട്ടാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, ഷവാഹിദിലായിട്ടല്ല. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഷവാഹിദിലായിട്ട്. ഏതായാലും ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഇവരുടെ ഹദീസ് റിപ്പോർട്ട് ചെയ്ത് ശരിയായില്ല, അത് ഐബായി പോയി. കാരണം എന്താ, ഹാക്കിം എന്നൊരു അടുക്കൽ ഈ പറയുന്ന ഇബ്നു അഖി സുഹരി എന്ന മുഹമ്മദ് ബിൻ അബ്ദില്ല എന്ന് പറയുന്നവർ ദഈഫാണ്. അതുപോലെ തന്നെ ഇബ്നു അബി ഹാത്തിം എന്ന് പറയുന്ന നഖാദായ മുഹദ്ദിസ് പറയുന്നത് ലൈസ ബിൽ ഖവിയ്യി, ഇബ്നു അഖി സുഹരി കവിയല്ല, യുക്തബു ഹദീസുഹു. അല്ല, ഹദീസ് റിപ്പോർട്ട് എഴുതി വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ വേറെ ഹദീസുകൾ ഉണ്ടെങ്കിലേ അംഗീകരിക്കാൻ പറ്റുള്ളൂ. ഇബ്നു മഅൻ എന്നവർ പറയുന്നത് ദഈഫുൻ, ഇബ്നു അഖി സുഹരി എന്ന മുഹമ്മദ് ബിൻ അബ്ദില്ല ദഈഫാണ്. ഇബ്നു അദി പറയുന്നത് വലം മറ ബി ഹദീസിഹി ബൈസാ വലാ റഅയ്തു ലഹു ഹദീസൻ മുൻകറാദ. അദ്ദേഹത്തിൻ്റെ ഹദീസിന് തകരാറൊന്നും ഞാൻ കണ്ടിട്ടില്ല, അദ്ദേഹത്തിൻ്റെ ഹദീസിൽ മുൻകറായ ഹദീസൊന്നുമില്ല, മുൻകറായ ഹദീസൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്നാ. യഹ്യ ബിൻ മഈൻ എന്നവർ പറയുന്നത് ഇബ്നു അഖി സുഹരി അംസലു മിൻ അബി ഉവൈസ്, എല്ലാവരും ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന അബൂ ഉവൈസ് എന്ന റാവി ഉണ്ടല്ലോ, അതിനേക്കാളും മുസാറുള്ളത് ഇബ്നു അഖി സുഹരിയാണ്. ഇതേ ഇബ്നു മഈൻ തന്നെ മറ്റൊരു വിശേഷ സമയത്ത് പറഞ്ഞിട്ടുണ്ട് ലൈസ ബിദാലിക്കൽ കവിയ്യി, അദ്ദേഹം അത്ര കവിയല്ല എന്ന് അഭിപ്രായ വ്യത്യാസം. ഇത് ഇബ്നു അഖി സുഹരി ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റൂലേ, റാവികൾക്കുള്ള നിബന്ധനകൾ ഒത്തവരാണോ അല്ലേ എന്നുള്ളതിലെല്ലാം വളരെ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ ആ അഭിപ്രായ വ്യത്യാസങ്ങളെ മുഴുവനും തള്ളിയും കൊണ്ട് അത് ഒന്നുമല്ല, അത് അവരെ സംബന്ധിച്ച് വ്യക്തമായി പഠിക്കാത്തതിൻ്റെയോ അല്ലെങ്കിൽ അവരുടെ യാഥാർത്ഥ്യം മനസ്സിലാവാത്തതിൻ്റെ പേരിലോ ആണ് വിമർശനങ്ങൾ എല്ലാം വരുന്നത്. ആരെങ്കിലും വിമർശിച്ചതിൻ്റെ പേരിൽ വളരെ സ്വാലിഹീങ്ങളായ റിവായത്തിൽ പറ്റുന്ന മഹത്തുക്കളെ തള്ളാൻ പറ്റൂല എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു പോലെയുള്ള മഹത്തുക്കൾ അവരുടെ ഹദീസ് റിപ്പോർട്ട് ചെയ്തതോട് കൂടെ തന്നെ വിമർശനങ്ങളെല്ലാം വസ്തുതക്ക് നിരക്കാത്തതും അറിയാതെയുമാണ് ചെയ്യുന്നത് എന്നതിലേക്ക് സൂചനയാണ് എന്നതാണ് വ്യക്തമാകുന്നത്. കാരണം ബുഖാരി ഇമാമയുടെ ഹദീസ് പലപ്പോഴായി കിതാബുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, മുസ്ലിം റളിയല്ലാഹു അൻഹു പലപ്പോഴായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഷവാഹിദിനും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ബുഖാരി ഷവാഹിദ് അല്ലാതെ തന്നെ അസ്ലായും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇമാം ബുഖാരി അവരുടെ ഹദീസ് റിപ്പോർട്ട് ചെയ്തതോട് കൂടെ തന്നെ വിമർശനങ്ങളുടെ വിമർശനം വിമർശകർക്ക് എതിരായി വന്നു. വിമർശിച്ചവർ അവരെ സംബന്ധിച്ച് വ്യക്തമായി പഠിക്കാതെയാണ് വിമർശിച്ചത് എന്ന് മനസ്സിലായി. ഇവരുടെ വഫാത്ത്, അവരുടെ മകൻ വളരെ ദുഷ്ടനുമായിരുന്നു, പോയത്തക്കാരനുമായിരുന്നു. ഇബ്നു അഖി സുഹരി എന്ന് പറയുന്ന മുഹമ്മദ് ബിൻ അബ്ദില്ല എന്ന് പറയുന്ന സുഹരി ഇമാമിൻ്റെ സഹോദരൻ്റെ മകൻ വലിയ മുഹദ്ദിസാണ്, വലിയ പണക്കാരനുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മകൻ വളരെ ബുദ്ധിശൂന്യനും അതുപോലെ ദുഷ്ടനുമായിരുന്നു. ആ ദുഷ്ടനായ മകൻ മഹാനായ മുഹമ്മദ് ബിൻ അബ്ദില്ല എന്ന് പറയുന്ന ഇബ്നു അഖി സുഹരി റളിയല്ലാഹു അൻഹുവിൻ്റെ അടിമകളെ സ്വാധീനിച്ചു. എന്നിട്ട് അവർക്ക് വാഗ്ദാനങ്ങൾ നൽകിയും കൊണ്ട് വാപ്പാനെ കൊല്ലാൻ വേണ്ടി കൽപ്പിക്കുകയും
അങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്വയം അടിമകൾ മകൻ്റെ കൽപ്പനപ്രകാരം ഇവരെ അടിച്ചു കൊല്ലുകയും ചെയ്തു. അങ്ങനെയാണ് അവിടെ മരണമുണ്ടായത്. അവരുടെ വഫാത്തുണ്ടായത് 158 അബൂ ജഅഫർ മൻസൂർ ഭരിക്കുന്ന കാലത്ത്. പിന്നീട് വാപ്പാനെ കൊന്നു മുതലെല്ലാം മകൻ കൈവശപ്പെടുത്തിയതിന് ശേഷം ആ മകനാണെങ്കിലോ ദുഷ്ടനാണ്, ബുദ്ധിശൂന്യനാണ്. ആ മകന് ഇതേ അടിമകൾ അവൻ്റെ അടുക്കലേക്ക് ഒരൊറ്റ ചാട്ടം പെട്ടെന്ന് ثم وثب غلمانه على ابنه بعد سنين فقتلوه. പിതാവിനെ കൊന്ന് കുറേ കാലം കഴിഞ്ഞതിന് ശേഷം ഈ മകനെ ഇതേ അടിമകൾ കൊന്നു. അങ്ങനെയുണ്ടായ സംഭവമുണ്ട് അവൻ്റെ ഇടയിൽ. ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നത്, ഈ പറയുന്ന മുഹമ്മദ് ബിൻ അബ്ദില്ലാ എന്ന സുഹ്രി ഇമാമിൻ്റെ സഹോദരൻ്റെ മകൻ വഫാത്തായത് 152 നേരത്തെ പറഞ്ഞത് 156 എന്നാണ്. നവവി ഇമാം ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പറയുന്ന യൂനുസ്, സ്വാലിഹ്, മഅ്മർ, ഇബ്നു അഖി സുഹ്രി എന്നുള്ള മഹാന്മാരെല്ലാം സുഹ്രി ഇമാമിനെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തു എന്ന് ഇമാം ബുഖാരി പറഞ്ഞു. ഈ ഹദീസുകൾ ബുഖാരി ഇങ്ങനെ പറഞ്ഞു പോയിക്കാണ്. അതിൻ്റെ സ്വഭാവം എങ്ങനെയാണ്, ശൈലി എങ്ങനെയാണെന്നൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. എന്നാൽ ഓരോരുത്തരുടെയും ഹദീസ് പല കിതാബുകളിലായി പല മഹാന്മാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. وأما رواية يونس عن الزهري وهي موصولة في كتاب الإيمان لعبد الرحمن بن عمر الزهري الملقب റുസ്താ. പലപ്പോഴും കാണാം മുഹദ്ദിസീങ്ങളുടെ കൂട്ടത്തിൽ ഒരു മുഹദ്ദിസീങ്ങളുടെ കൂട്ടത്തിൽ ഹദീസിൻ്റെ കിതാബുകളെല്ലാം എഴുതിയ മഹാനാണ് റുസ്താ. അവിടെ ലബ്ത് ഇങ്ങനെ ബിളമ്മിറായി വസുകൂനി സീനിൽ മുഹ്മല بعدها تاء مثنات من فوق وبعدها هاء റുസ്താ എന്നാ വായിക്കുക, റുസ്താ. അവർ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വാലിഹുൻ അനി സുഹ്രി എന്ന് പറയുന്ന ഇമാം ബുഖാരി സൂചിപ്പിച്ച സ്വാലിഹ് എന്നവർ റിപ്പോർട്ട് ചെയ്തതാണല്ലോ. അത് ഇമാം ബുഖാരി തന്നെ സ്വഹീഹിൽ തന്നെ കിതാബു സക്കാത്തിൽ അത് മൗസൂലായി വന്നിട്ടുണ്ട് ഈ ഹദീസ്. പിന്നെ മഅ്മർ എന്നവരുടെ ഹദീസ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഹുമൈദി പോലെയുള്ളവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇബ്നു അഖി സുഹ്രിയെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസ് അത് ഇമാം മുസ്ലിം സ്വഹീഹ് മുസ്ലിമിൽ അത് മൗസൂലായി വന്നിട്ടുണ്ട്. അവർക്ക് ഈ ഹദീസുകളെല്ലാം പല കിതാബുകളിലായി വളരെ വ്യക്തമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസുകളാണ്, സ്വഹീഹ് ഹദീസുകളാണ്.